ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ ഇതിനു മുമ്പ് കെമിസ്ട്രിയുടെ കുറച്ച് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവൽ മോഡലിനൊക്കെ ചോദിക്കുന്ന പോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ നമുക്ക് അധികം എപ്പോഴും ചോദിക്കുന്ന പോലത്തെ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇന്നും അതുപോലെ തന്നെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തിയേക്ക്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഫാൻ അല്പസമയം കൂടി കറങ്ങുന്നു. ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് പോയിൻ്റ് കഴിഞ്ഞും അല്പദൂരം ഓടുന്നു. ബൈക്ക് മുന്നോട്ടെടുക്കുമ്പോൾ പിൻസീറ്റുകാരൻ പിന്നോട്ടായുന്നു. നിരപ്പായ തറയിൽ ഉരുട്ടിവിട്ട പന്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 3 എണ്ണം ഒരുപോലെയും ഒരെണ്ണം അതിൽ നിന്നും വ്യത്യാസമാണ്. കാരണം ഒന്ന് നോക്കൂ, ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഫാൻ അല്പസമയം കൂടി കറങ്ങുന്നു. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെ മുന്നോട്ട് വീണ്ടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അതുപോലെ അടുത്ത് ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് പോയിൻ്റ് കഴിഞ്ഞ് അല്പദൂരം ഓടുന്നു. അപ്പോൾ അതും മുന്നോട്ട് തന്നെ പോകുന്നു. ബൈക്ക് മുന്നോട്ടെടുക്കുമ്പോൾ പിൻസീറ്റുകാരൻ പിന്നോട്ടായിരുന്നു. അപ്പോൾ ഇത് നേരെ വിപരീതമായിട്ടല്ലേ വരുന്നത്. മുന്നോട്ടെടുക്കുമ്പോൾ പിന്നോട്ടായിരുന്നു. അതായത് റെസ്റ്റിലിരുന്ന ഒരു സാധനം മോഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. അടുത്ത് നോക്ക്, നിരപ്പായ തറയിൽ ഉരുട്ടിയിട്ട പന്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് വീണ്ടും അതേ അവസ്ഥയിൽ തുടരാൻ തന്നെ തോന്നുന്ന ഒരു ടെൻഡൻസിയെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യയൊക്കെ പറയുന്നത് ലോസ് ഓഫ് മോഷനകത്ത് വരുന്നതല്ലേ ഫസ്റ്റ് ലോ, ഇനേർഷ്യ. അപ്പം അത് എന്തിനുദാഹരണമാണ്? ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ഉത്തരം. ഇനേർഷ്യ ഓഫ് റെസ്റ്റിനാണ് ബൈക്ക് മുന്നോട്ടെടുക്കുമ്പോൾ പിൻസീറ്റുകാരൻ പിന്നോട്ടായിരുന്നു എന്ന് പറയുന്നത്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയും. മനസ്സിലായി? അതായത് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണ് എന്ത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അതുപോലെ ബാക്കി 3 എന്തിന് ഉദാഹരണങ്ങളാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ഉദാഹരണമാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പെട്ടെന്ന് മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് നിർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനെ വീണ്ടും അതേ പാതയിൽ തന്നെ മുന്നോട്ട് തുടരാനുള്ള ടെൻഡൻസി. അതാണ് എന്തെന്ന്? ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഇതാണോ അതാണോ എന്ന്. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യം എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനെയാണ് നമ്മൾ ആ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബൈക്ക് മുന്നോട്ട് എടുക്കുമ്പോൾ അപ്പോൾ ബൈക്ക് റെസ്റ്റിലായിരുന്നു, അതുകൊണ്ട് അതിന് എന്ത് ഉദാഹരണമാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഫാൻ ചലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പോൾ അതെന്തിനു ഉദാഹരണമാണ്? ഇനേർഷ്യ ഓഫ് മോഷന് ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത് നോക്കൂ. ഭൂഗുരുത്വാകർഷണം ത്വരണം, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സംബന്ധിച്ച് ശരി അല്ലാത്ത പ്രസ്താവന ഏത്? ശരി അല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? ഭൂഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതെന്ന ചോദ്യം. ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ വായിച്ചേ. ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല. ഒരുപോലെ അല്ല, അത് ശരിയല്ലേ? ശരിയല്ലേ? അത് ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ അല്ലല്ലോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്ത നോക്കൂ. ഭൂഗുരുത്വാകർഷണം കാരണമാണ് ഉണ്ടാകുന്നത്. ആണോ? ഭൂഗുരുത്വാകർഷണം കാരണമാണോ ഉണ്ടാകുന്നത്? അതെ, അതങ്ങനെ തന്നെയാണ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതും ശരിയാണ്. അടുത്ത് നോക്കൂ. ധ്രുവപ്രദേശത്തും ഭൂമധ്യരേഖ പ്രദേശത്തും ഒരേ വിലയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റല്ലേ? ഭൂമധ്യരേഖ പ്രദേശത്തും ധ്രുവപ്രദേശങ്ങളിലും വ്യത്യസ്ത വിലയാണുള്ളത് അല്ലേ? നമുക്കറിയാം ധ്രുവപ്രദേശങ്ങളിലോട്ട് കൂടുതലും ഭൂമധ്യ പ്രദേശങ്ങളിലും ഏകദേശം 0 ആണെന്നൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. അതായത് ഈ ഓപ്ഷൻ ഡിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഓപ്ഷൻ എ പറയുന്നത്. ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പം അത് വ്യത്യസ്തമാണ്. ധ്രുവപ്രദേശത്തും ഭൂമധ്യരേഖ പ്രദേശങ്ങളിലും വ്യത്യാസമാണ്. പിന്നെ യൂണിറ്റ് ഓർത്തിരിക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സൂചിപ്പിക്കുന്നത് ജി കൊണ്ടാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം.
വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിന് പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കാൻ കാരണം അഭികേന്ദ്ര ബലത്തിൻ്റെ കൂടുതൽ, അപകേന്ദ്ര ബലത്തിൻ്റെ കൂടുതൽ, അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത, അപകേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത. ഇത് നേരിട്ട് നിങ്ങളങ്ങ് പഠിച്ചു വെച്ചേക്കോ. ഓക്കെ. വളവ് തിരിയുന്ന വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഫ്രിക്ഷൻ വേണമല്ലോ. ഫ്രിക്ഷൻ നമുക്കറിയാം, വളവുകളിൽ എപ്പോഴും റോഡും ടയറും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ കാരണമാണ് എന്തെന്നത് വണ്ടികൾ മറിയാതെ മുമ്പോട്ട് പോകുന്നത്. അപ്പം മറിയാനുള്ള പ്രവണത കാണിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തതയാണ്. അപ്പോൾ എന്തോ ഒരു കുറവ് കാരണമാണ് വണ്ടി മറിയാൻ സാധ്യതയുള്ളത്. അത് ഏത് ബലമാണ്? അഭികേന്ദ്ര ബലമാണ്. അഭികേന്ദ്ര ബലത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സ്? ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ് അഭികേന്ദ്ര ബലത്തിൻ്റെ ഇംഗ്ലീഷ് ടേം. ഓക്കെ. അപ്പോൾ അഭികേന്ദ്ര ബലം, അപ്പോൾ കേന്ദ്രത്തിലോട്ടാണ് എന്ത് വേണ്ടുന്നത്? ബലം കൊടുക്കേണ്ടത്. അതാണ് അഭികേന്ദ്ര ബലം. അപ്പം അഭികേന്ദ്ര ബലത്തിൻ്റെ കുറവാണ് വണ്ടി മറിയാനുള്ള സാധ്യത കൂട്ടുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഒരു വസ്തുവിനുണ്ടായ സ്ഥാനാന്തരണം സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? നോക്കിയേ, സ്ഥാനാന്തരം 0 എന്നാ പറഞ്ഞേക്കുന്നത്. തെറ്റായ പ്രസ്താവനയെന്ന് ചോദിച്ചേക്കുന്നത്. സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരം നേർരേഖാ ദൂരമാണ്. എല്ലാം തെറ്റാണ്. നോക്കി, സ്ഥാനാന്തരം സദിശ അളവാണെന്ന് നമുക്കറിയാം. സദിശ അളവെന്ന് പറയുമ്പോൾ എന്താണത്? ദിശയുണ്ട്, അതായത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ത്? സദിശ അളവുകൾ. സ്ഥാനാന്തരം നേർരേഖാ ദൂരമാണ്, അതും നമുക്കറിയാം. നേരായ പാതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിലാണ് എന്ത് പറയുന്നത്? സ്ഥാനാന്തരം പറയുന്നത്. ഇനി ഓപ്ഷൻ ഏത് വരും? എല്ലാം തെറ്റാന്നപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതാ വരുന്നത്? സ്ഥാനാന്തരം 0 എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. സ്ഥാനാന്തരം എന്താകാം? 0 മനസ്സിലായോ? സ്ഥാനാന്തരം 0 സാധ്യതയുണ്ട്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാകുന്ന ആകെ ബലം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്? ആകെ ബലം. അപ്പം ഒന്നിലധികം ബലങ്ങൾ ഒരു വസ്തുവിൽ പ്രയോഗിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ആകെ ബലത്തിനെ പറയുന്ന പേരെന്താ? സബലബലം. സബലബലത്തിൻ്റെ ഇംഗ്ലീഷാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. അപ്പം ഒന്നിലധികം ബലങ്ങൾ ഒരു വസ്തുവിൽ ഉളവാകുമ്പോൾ അതിലുണ്ടാകുന്ന ആകെ ബലം സബലബലം. അതിന് ഇംഗ്ലീഷ് ടേം ഓർത്തിരിക്കുക, റിസൾട്ടൻ്റ് ഫോഴ്സ്. അതങ്ങനെ കാണാതെ പഠിക്കൂ. ഓക്കെ. സബലബലം. അതിനൊരു എക്സാമ്പിൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, കാറിൻ്റെ എക്സാമ്പിൾ ഈ താഴെ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ആ കാറിലുണ്ടാകുന്ന ഫോഴ്സുകളൊക്കെ ഒന്ന് വെയിറ്റ്, കാറിൻ്റെ വെയിറ്റ്, പിന്നെ അതിനകത്ത് റിയാക്ഷൻ ഫോഴ്സ്, പിന്നെ ഡ്രൈവിംഗ് ഫോഴ്സ്, ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ്. അപ്പം ഇങ്ങനെ കുറേ ബലങ്ങൾ അതിലുണ്ടാകുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ആകെ ബലത്തിനെ എല്ലാം കൂടെ നമ്മൾ പറയുന്ന പേരാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. കാണുന്നുണ്ടോ? റിസൾട്ടൻ്റ് ഫോഴ്സാണ്. ഇത്തരം ബലങ്ങൾ എന്തുണ്ട്? ആ കാറിൽ ഉളവാക്കുന്നതാണ്. അപ്പോൾ അതിനുണ്ടാകുന്ന ആകെ ബലമാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. ഓർത്തിരിക്കുമല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സ്പ്രിംഗ് ബാലൻസിൽ 200 ഗ്രാം തൂക്കുകട്ടി കൊളുത്തിയിട്ട് ഇവയെ സ്വതന്ത്രമായി പതിക്കാൻ അനുവദിച്ചാൽ റീഡിംഗ് എത്ര കാണിക്കും? ഉറപ്പായിട്ടും നമുക്കറിയാം. സ്വതന്ത്രമായി പതിക്കാൻ അനുവദിച്ചാൽ എന്നുള്ള വാക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ഉത്തരം എന്താണ്? 0 ആണ്. 0. കാരണം എന്താ? സ്വതന്ത്രം പതിക്കാന്ന് വെച്ചാൽ എന്താ? ഫ്രീ ഫാൾ ആണ്. ഫ്രീ ഫാൾ എപ്പോഴും എത്രയായിരിക്കും? ഏതൊരു വസ്തുവിനെയും ഫ്രീ ഫാൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? 0 മൂല്യത്തിലായിരിക്കും പറയുന്നത്. ഓക്കെ, അതങ്ങനെ പഠിക്കണേ. സ്പ്രിംഗ് ബാലൻസ് ഇനി എത്ര തൂക്കമാണെങ്കിലും ശരിയാണ്, അത് താഴേക്ക് പതിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഫ്രീ ഫാൾ എപ്പോഴും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് ബലം, മൊമെൻറ്റം, പ്രവേഗം, വേഗം. നമുക്കറിയാം ഇത് എവിടെ നിന്നുള്ള ചോദ്യം? ഇത് സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി, വേഗം, അതായത് സ്പീഡാണ്. സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതെന്താണ്? ദിശയില്ല, അദിശ അളവാണ്. അദിശ അളവ്.
അപ്പം ബാക്കിയെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. ബാക്കിയെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. ബലം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെൻറ്റം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പ്രവേഗം എന്ന് പറയുമ്പോൾ വെലോസിറ്റി, മൊമെൻറ്റം തന്നെ. ഫോഴ്സ്, ഇതിനെല്ലാം എന്തുണ്ട്? ഡയറക്ഷൻ പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പിന്നെ സ്കെയിലർ ക്വാണ്ടിറ്റിയിൽ വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാസ് എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ഡിസ്റ്റൻസ് എന്താണ്? പക്ഷേ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും നമുക്ക് മാറിപ്പോരുത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയും ഡിസ്റ്റൻസ് എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഇത് വെക്റ്ററാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. അടുത്ത് എനർജി. ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ എനർജി എന്താണ്? വെക്റ്ററാണ്. വർക്ക്, സ്പീഡ് ഇതൊക്കെ എന്താണ്? ടൈം. വെക്റ്ററാണ്. ടൈം, വർക്ക്, സ്പീഡ് നമ്മൾ പറഞ്ഞു, വേഗം. അപ്പം ഇതെല്ലാം എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാക്കി വെക്റ്റർ ക്വാണ്ടിറ്റി ഏതാണെന്ന് പഠിക്കാം. സ്കെയിലർ ക്വാണ്ടിറ്റി പഠിക്കുന്നതായിരിക്കും കുറേ എളുപ്പം. അത് നമുക്കിനി ഒരു കോഡായിട്ട് നമുക്ക് ചെയ്തിടാം. ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഓർത്തിരിക്കൂ ഏതൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. സ്കെയിലർ ക്വാണ്ടിറ്റി വരുന്നത് മാസ്. നമുക്കറിയാം മാസിനൊന്നും എന്തില്ല? ദിശയില്ല. അപ്പോൾ ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ്, ദൂരം, ഇത്ര ദൂരം ഏത് ദിശ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതെന്താണ്? ദിശ പറയുമ്പോൾ എന്താണ്? അത് ഡിസ്പ്ലേസ്മെൻ്റ് ആയി. ഓക്കെ. അപ്പോൾ എനർജി, ടൈം, വർക്ക്. ഈ ടൈം നമ്മൾ വിചാരിക്കും, ഇപ്പോഴും നമുക്കൊരു ഡൗട്ട് വരുന്നത് ടൈമും സ്പീഡും. അപ്പോൾ അത് ഓർത്തിരിക്കുക. ടൈം എന്തില്ല? വെക്റ്റർ അല്ല, അത് സ്കെയിലറാണ്. സ്പീഡ് അതുപോലെ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. പിന്നെ വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ വരുന്നത് എന്തൊക്കെയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ വരുന്നത് ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഓപ്ഷനുണ്ട്. ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റം, പിന്നെ ആക്സിലറേഷൻ, വെലോസിറ്റി. ഇമ്പോർട്ടൻ്റ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇത്രയും. ആക്സിലറേഷൻ, വെലോസിറ്റി ഇത്രയും പഠിച്ചു വച്ചേക്കുക. ഈ ഒരു 5-6 എപ്പോഴും പഠിച്ചു വച്ചേക്കാം. ഫോഴ്സ്, മൊമെൻറ്റം, പ്രവേഗം എന്ന് പറയുമ്പോൾ വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് ഇത്രയും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും നമുക്ക് എപ്പോഴും സംശയം വരും, ഒന്നാണോന്ന്. രണ്ടും ഒന്നല്ല, ഓർത്തിരിക്കണേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സൂചിപ്പിക്കുന്നത് എന്താണ്? ജിയുടെ വാല്യൂ എത്ര? 9.8 m/s². നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെന്താണ്? സ്ഥിരാങ്കമാണ്, അതായത് കോൺസ്റ്റൻ്റ് ആണ്. അതും ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അതൊരു വേഗതയാണ് പറയുന്നത് അല്ലേ. ഇതെന്താണ്? കോൺസ്റ്റൻ്റ്, ഒരു യൂണിറ്റാണ്, ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ജി കൊണ്ടാണ്. ക്യാപിറ്റൽ ജി നമുക്കറിയാം, നമ്മളെപ്പോഴും പഠിക്കുന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലേ. ഏതാ? F = G വലിയ എം ചെറിയ എം /r². ഇത് എന്തോ ഇത് ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ ബലം കാണാൻ നമ്മൾ പറയുന്ന ഇക്വേഷൻ അല്ലേ ഇത്. F = G mm/r². അപ്പോൾ ഇതിനകത്ത് ഈ ജി ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ജി കാണണമെങ്കിൽ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ എങ്ങനെ വരും? G = എങ്ങനെ വരും? F × r² m² എന്ന് വരത്തില്ലേ. ഇതിനെ ഒറ്റ മാസമായിട്ട് എടുക്കുവാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ വരും? നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. അപ്പം kg² എന്നല്ലേ വരുന്നത്. താഴെയല്ലേ 2m വരുന്നത്. അത് ഓപ്ഷൻ ഏതുണ്ട്? kg² താഴെ വരുന്നത് വേണ്ട, ഇതുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. Nm²/kg². ഇതിൻ്റെ വാല്യൂ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ ആണ് 6.674 × 10⁻⁻11. യൂണിറ്റ് എന്തോ Nm²/kg². ഇത്ര ഓർത്തിരിക്കണേ. അപ്പം ഇതാണ് ക്യാപിറ്റൽ ജി. അപ്പോൾ 2 ഒന്നല്ല, 2 2ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് വേറെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേറെ. അതായത് ക്യാപിറ്റൽ ജി സ്മാൾ ലെറ്റർ ജി അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നത്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് നോക്കൂ. ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം 200 kg/s ആണ്. ഈ വസ്തുവിൻ്റെ പ്രവേഗം 20 m/s എങ്കിൽ വസ്തുവിൻ്റെ മാസ് എത്ര?
അപ്പം ഇതൊരു പ്രോബ്ലമാണ്. അപ്പം എങ്ങനെ ചെയ്യുന്നത്? നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? മൊമെൻ്റമാണ്. മൊമെൻ്റം കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ? P = m × v. P = mv എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് മൊമെൻ്റം P തന്നിട്ടുണ്ട് 200 എന്നുള്ളത്. അപ്പോൾ 200 എഴുതി, എല്ലാം എടുത്തെഴുതിയാൽ വളരെ ഉപകാരമായിരിക്കും. വസ്തുവിൻ്റെ പ്രവേഗം എന്ന് പറയുമ്പോൾ വിയും തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വിയെ ഇപ്പുറത്തുണ്ടെന്നാൽ പോരെ. അപ്പോൾ 200/20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10. അപ്പോൾ ആദ്യം യൂണിറ്റ് നോക്കണം, എല്ലാം ഒന്നാണോ ഒരുപോലാണോ, എല്ലാം മീറ്റർ/സെക്കൻഡിൽ തന്നെ പറഞ്ഞേക്കുന്നത്. കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്, ഇത് 20 മീറ്റർ/സെക്കൻഡ്. അപ്പം കിലോഗ്രാമിൽ തന്നെ ആയിരിക്കും ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഉത്തരം എത്ര? 10. ഉത്തരം എത്ര? 10. കണ്ടോ? 10. അപ്പോൾ ഇത്ര എന്താ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ഒരു മിസ്റ്റേക്കാണ്, ഇത് വേണ്ട കേട്ടോ, ഇതില്ല. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കണേ. ഇത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കേൾക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇനിയില്ല, ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ചോദ്യങ്ങളൊക്കെ തീർന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.